ഗ്രാമത്തിലെ വെയിൽ നിറഞ്ഞ ദിവസമാണിത്. ലല്ലൻ തറയിലിരിക്കുകയായിരുന്നു. അവന്റെ അടുത്തായി ഒന്നുമില്ലാത്തൊരു ഗാലി പാന ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള കട്ടിലിൽ അവന്റെ അമ്മ ചുമച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അവരുടെ അവസ്ഥ വല്ലാതെ മോശമായിരുന്നു. ലല്ലൻ വല്ലാത്ത വിഷമത്തോടു കൂടി തന്നെത്താനെ സംസാരിക്കുകയായിരുന്നു. വീട്ടിൽ പാചകം ചെയ്യാൻ ഒരു അരി പോലും ഇല്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും ഒരുപാട് മോശമാണ്. പിന്നെ അവർക്ക് വൈദ്യം ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരു പൈസ പോലും ഇല്ല. ഇന്ന് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ വിശപ്പോട് മരിച്ചു പോവും. അപ്പോഴാണ് ലല്ലന്റെ അമ്മ ഉണർന്നത്. അവർ വളരെ വിഷമത്തോടു കൂടി അവനെ നോക്കി. ലല്ലൻ മോനെ, നീ വിഷമിക്കാതെ ഇരിക്കെ. ആ ദൈവം എല്ലാത്തിനെയും ശരിയാക്കും. ആദ്യം ചെന്ന് ജോലി അന്വേഷിക്ക്. നിന്നെ നീ വളരെ ശ്രദ്ധിക്കണേ മോനെ. ലല്ലൻ പതുക്കെ തന്റെ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് ശരിയെന്ന് തലകുലുക്കി. അതിനുശേഷം തന്റെ ടിഫണും വെള്ളവും എടുത്തുകൊണ്ട് ജോലി അന്വേഷിച്ചു പുറപ്പെട്ടു. ലല്ലൻ ഗ്രാമത്തിന്റെ ആലമരത്തിനടിയിലേക്ക് ചെന്നു. കുറച്ചാളുകൾ അവിടെ മരത്തിനടിയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ജമീന്ദാർ തന്റെ കയ്യിലുള്ള പണത്തിന്റെ അഹങ്കാരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലല്ലൻ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് തല കുനിഞ്ഞ് നമസ്കരിച്ചു. ജമീന്ദാർ സാറേ, നമസ്കാരം. ഇന്ന് എനിക്ക് പാടത്തെ എന്തെങ്കിലും ഒരു ജോലി തരൂ. എൻ്റെ അമ്മയുടെ ആരോഗ്യം ശരിയില്ല. മരുന്ന് വാങ്ങാനായിട്ട്, കുറച്ച് അരി വാങ്ങാനായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പൈസ പോലും ഇല്ല. ജമീന്ദാർ ലല്ലനെ നോക്കി ചിരിച്ചു. എന്നിട്ട് അവനെ അദ്ദേഹം തള്ളിവിട്ടു. അവിടെ ഇരുന്നവരൊക്കെ ലല്ലനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇവിടെ നോക്ക് ലല്ലൻ, നിന്നെ പോലെ ആൾക്കാർക്ക് എന്റെ പാടത്ത് എന്നെ കൊണ്ട് ജോലി തരാൻ പറ്റില്ലായിരുന്നു. നിന്റെ ദുരദൃഷ്ടം കാരണം എന്റെ പാടത്തിരിക്കുന്ന പയറുകൾ നശിച്ചു പോകും. മര്യാദയായിട്ട് ഇവിടെ നിന്ന് പോയേക്ക്. നിനക്ക് എന്റെ അടുത്ത് ഒരു ജോലിയുമില്ല. നാണക്കേട് സഹിക്കാനാവാതെ ലല്ലന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അവൻ വളരെ ശാന്തനായി തിരിഞ്ഞു. എന്നിട്ട് ഗ്രാമത്തിലെ കാടിനെ നോക്കി നടന്നു. പക്ഷേ ജനങ്ങൾ അവനെ പുറകിൽ നിന്നും കളിയാക്കി. ലല്ലൻ അടിക്കുന്ന ആ ഭയങ്കരമായ വെയിലത്ത് പല മണിക്കൂറുകൾ നടന്നുകൊണ്ടേയിരുന്നു. ജോലി കിട്ടാത്തത് കൊണ്ട് അവൻ വളരെ തളർന്ന് ഒരു മരത്തിനടിയിലായി ചെന്നിരുന്നു. അവന്റെ കഴിവില്ലായ്മ കാരണം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് തളർന്ന ഒരു സ്വാമിജി വന്നത്. അദ്ദേഹം ലല്ലനോട് സംസാരിക്കാൻ തുടങ്ങി. ഷെടാ മോനെ, നിന്നെ കൊണ്ട് എനിക്ക് കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും തരാൻ പറ്റുമോ? എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. മുത്തശ്ശ, നമസ്കാരം. എൻ്റെ അടുത്ത് കഴിക്കാനായിട്ട് വലുതായിട്ട് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഭക്ഷണം നിങ്ങൾ കഴിക്കാം. നിങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു പോയിരിക്കുന്നു. ഇത് കഴിക്ക്. ലല്ലൻ തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആഹാരം വലിയ മനസ്സോടെ ആ സ്വാമിജിക്ക് നൽകി. സ്വാമിജി ചുക്ക റൊട്ടിയും ആ വെള്ളം സാമ്പാറും കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അദ്ദേഹം അതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് തന്റെ വായിലിട്ടു. എന്നിട്ട് അദ്ദേഹം തന്റെ സഞ്ചിയിൽ നിന്നും സോപ്പ് വെള്ളം നിറഞ്ഞ ആ ബബിൾസ് ബോട്ടിൽ എടുത്ത് ലല്ലന്റെ കയ്യിൽ നൽകി. ലല്ലൻ, നിന്റെ ഈ വലിയ ആലോചനയും നല്ല മനസ്സും കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിന്റെ കയ്യിൽ നീ കഴിക്കാനായിട്ട് ഒന്നുമില്ല. എങ്കിലും നീ എനിക്ക് നിന്റെ ഭക്ഷണം കൊടുത്തു. ഇത് ഒരു സാധാരണ സോപ്പ് ബബിൾ വരുന്ന പാവയല്ല. ഇത് ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മായ ബബിളാണ്. ലല്ലൻ ആ ചെറിയ കുപ്പി വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി. അതവൻ വളരെ ശ്രദ്ധയോടുകൂടി കയ്യിലെടുത്തു. അതായത് വലിയ വിലയുയർന്ന സാധനം പോലെ. ഇത് നേരാണോ? ഇത് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമോ? നീ എപ്പോഴൊക്കെ ഒരു ബബിൾ ഇതിൽ നിന്ന് വിളിക്കുന്നോ, പിന്നെ നിന്റെ ആഗ്രഹങ്ങളെ പറഞ്ഞാൽ അത് നേരായിട്ട് മാറിപ്പോവും. പക്ഷേ ഓർമ്മയിൽ വെച്ചോളൂ, ഇത് നിന്റെ ശരിക്കുമുള്ള ആവശ്യങ്ങൾ മാത്രമാണ് നിറവേറ്റി തരും. നീ എപ്പോഴെങ്കിലും അത്യാഗ്രഹിച്ചാൽ പിന്നെ നീ തന്നെ ഈ ബബിളിന്റെ അകത്ത് തടവിലായി പോവും. ലല്ലൻ ആശ്ചര്യത്തോടു കൂടി ആ ബോട്ടിലിനെ നോക്കി. അതിനുശേഷം അവൻ സ്വാമിജിയെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്നും മാഞ്ഞു പോയിരുന്നു. ലല്ലൻ കണ്ണ് നന്നായി വിരിച്ച് വീണ്ടും ആ ബോട്ടിലേക്ക് നോക്കാൻ തുടങ്ങി. രാത്രി ലല്ലൻ വീണ്ടും തന്റെ വീട്ടിലേക്ക് വന്നു. അവന്റെ അമ്മ ഇപ്പോഴും സുഖമില്ലാതെ അവന്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു. കാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവൻ തന്റെ അമ്മയോട് പറഞ്ഞു. എന്ത്, ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ആർക്കറിയും. പക്ഷേ നമ്മൾ ഇത് ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് ലല്ലൻ കാറ്റത്ത് ഒരു ബബിൾസ് ഊതി. കുറച്ചു സമയം വരെ ആ ബബിൾ കാറ്റത്ത് പറന്നുകൊണ്ടിരുന്നു. ഈ മാന്ത്രിക ബബിളെ, എന്റെ അസുഖം പിടിച്ച അമ്മയ്ക്ക് വേണ്ടി മരുന്നുകളും പിന്നെ രാത്രി ഭക്ഷണത്തിന് വേണ്ടി കുറച്ച് അരിയും തരൂ. എനിക്ക് വേറെ ഏതും വേണ്ട. ആ ബബിൾ പൊട്ടിയതും തന്നെ കുറച്ച് പാചക വസ്തുക്കളും മരുന്നും താഴേക്ക് വന്നു വീണു. ഈ അതിശയം കണ്ടിട്ട് ലല്ലനും അവന്റെ അമ്മയും വല്ലാതെ അതിശയിച്ചിരുന്നു. ലല്ലന്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ വരാൻ തുടങ്ങി. അവൻ ഉടനെ ഫ്രഷായി പാചകം ചെയ്യാൻ തുടങ്ങി.
അത് അമ്മയ്ക്ക് നൽകി. അതിനുശേഷം അവർക്ക് മരുന്ന് നൽകി. അതിനുശേഷം അവൻ തന്റെ അമ്മയെ ഉറക്കി. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ലല്ലന്റെ വയറ് നിറഞ്ഞത്. അടുത്ത ദിവസം രാവിലെ ലല്ലൻ സഞ്ചി എടുത്തുകൊണ്ട് തന്റെ വഴിയിൽ കൂടി ചെന്നു. അപ്പോഴാണ് ആ വഴിയിൽ അവൻ ഒരു പാവപ്പെട്ട വയസ്സായ ആളെ കണ്ടത്. അദ്ദേഹം തന്റെ കയ്യിലുള്ള വടി പൊട്ടിയത് കാരണം വിഷമിച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശ, എന്ത് പറ്റിയത്? നിങ്ങളുടെ വടി പൊട്ടിപ്പോയോ? അതേ മോനെ, ഇതാണ് എന്റെ അടുത്തിരുന്ന അവസാനത്തെ വടി. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരു വടി വാങ്ങാനായിട്ട് എന്റെ അടുത്ത് പൈസ ഇല്ല. ശരി, കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ എങ്ങനെ മോനെ? ലല്ലൻ തന്റെ കയ്യിൽ നിന്നും സോപ്പ് ബബിൾ ബോട്ടിൽ കയ്യിലെടുത്തു. അവൻ ഒരു ബബിൾ പറപ്പിച്ച് കൈത്തടി വേണമെന്ന് ആഗ്രഹത്തോടെ ചോദിച്ചു. ബബിൾ പൊട്ടിയതും അവിടേക്ക് ഒരു തടി വന്ന് വീണു. ലല്ലൻ അത് ആ വയസ്സായ മുത്തച്ഛന്റെ കയ്യിൽ നൽകി. മോനെ ലല്ലൻ, നിന്റെ ഈ നല്ല ആലോചനകൾക്ക് വേണ്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കണം. ലല്ലൻ അദ്ദേഹത്തെ നോക്കി വളരെ സ്നേഹത്തോടു കൂടി ചിരിച്ചു. അതിനുശേഷം ലല്ലൻ ആ ഗ്രാമത്തിൽ ചുറ്റി ചുറ്റി സഹായം ആവശ്യമുള്ളവർക്ക് സഹായം ചെയ്തു. അവനൊരു വയസ്സായ മുത്തശ്ശിക്ക് വേണ്ടി പാചക സാധനങ്ങൾ ചോദിച്ചു. കീറിയ വസ്ത്രമണിഞ്ഞ കുട്ടികൾക്ക് പുതിയ വസ്ത്രങ്ങൾ ചോദിച്ചു. പിന്നെ കൃഷി നശിച്ചുപോയ കൃഷിക്കാരെയും അവൻ സഹായിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ ലല്ലൻ തന്റെ ആവശ്യങ്ങളൊക്കെ ആ മാന്ത്രിക ബബിൾസ് ഉപയോഗിച്ച് സാധിച്ചെടുത്തിരുന്നു. ഒരു മാസം കടന്നു കഴിഞ്ഞു. ലല്ലൻ ഇപ്പോൾ തന്റെ വീട് മുഴുവനായി വൃത്തിയാക്കി കഴിഞ്ഞു. വീടിന്റെ മുന്നിലായി ഒരു ചെറിയ തോട്ടവും അവൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അവന്റെ അമ്മ കാണാൻ ഇപ്പോൾ വളരെ ആരോഗ്യവതിയായിരുന്നു. പിന്നെ തോട്ടത്തിൽ ചെടികൾക്ക് അവർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ലല്ലന് ആഹാരത്തെക്കുറിച്ച് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. അപ്പോഴാണ് ദൂരത്തിൽ ചെന്നുകൊണ്ടിരുന്ന ആ ജമീന്ദാർ ഇതെല്ലാം കണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പെട്ടെന്ന് സംശയമുണ്ടായി. ഈ ലല്ലൻ ഇന്നലെ വരെ ഭിക്ഷ ചോദിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഇവന്റെ അടുത്ത് നല്ല ഭക്ഷണം, നല്ല വസ്ത്രങ്ങൾ, പിന്നെ അവന്റെ അമ്മയ്ക്ക് മാത്രമരുന്നുകൾ. ഇവന് എവിടെ നിന്നാണ് അത് കിട്ടിയത്? തീർച്ചയായിട്ടും ഇതിൽ ഏതോ ഒരു കാര്യമുണ്ട്. ഞാൻ ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ലല്ലൻ തന്റെ അമ്മയോടൊപ്പം വീട്ടിനകത്തേക്ക് ചെന്നു. ജമീന്ദാർ ആരും കാണാതെ ജനാലയുടെ അടുത്ത് വന്ന് അവിടെ എന്ത് നടക്കുന്നെന്ന് എത്തി നോക്കി. അദ്ദേഹം നോക്കുമ്പോൾ ആ ബബിൾസ് പൊട്ടിയതും തന്നെ പെട്ടെന്ന് ഒരു ഉള്ളൻ കമ്പിളി അതിൽ നിന്നും വന്നു. ഇത് കണ്ടതും ജമീന്ദാർ ശരിക്കും ഞെട്ടിപ്പോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉണ്ടാകാൻ തുടങ്ങി. വൈകുന്നേരം ലല്ലൻ തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. പിന്നെ വീട്ടിൽ ആരുമില്ലായിരുന്നു. അവസരം നോക്കി ജമീന്ദാർ അവിടേക്ക് വരികയായിരുന്നു. അദ്ദേഹം പതുക്കെ വീടിന്റെ കതകു തുറന്നു. എന്നിട്ട് വീടിനകത്തേക്ക് കയറി. ജമീന്ദാർ ആ മുറിയുടെ അകത്തേക്ക് ചെന്നു. എന്നിട്ട് മാജിക്കൽ ബബിൾ സോപ്പ് ബോട്ടിലിനെ അവിടെ മുഴുവൻ തേടി നോക്കാൻ തുടങ്ങി. എവിടെയാണ് പോയത് ആ മാന്ത്രിക പാവ? ആ ഭിക്ഷകാരൻ അതിനെ എവിടെയാണ് മറച്ചു വെച്ചിരിക്കുന്നത്? അവസാനം ആ ബോട്ടിൽ താഴെ ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു കഴിഞ്ഞു. ആ, ഇവിടെ ഇരിക്കുന്നു. കിട്ടിപ്പോയി. ഇപ്പോൾ ഈ ലോകത്തിലിരിക്കുന്ന എല്ലാ സെൽവങ്ങളും എന്റെ കയ്യിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്ത് അത്യാഗ്രഹം നിറഞ്ഞ ചിരി വന്നു കഴിഞ്ഞു. അദ്ദേഹം അതെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. രാത്രി ജമീന്ദാർ വീണ്ടും തന്റെ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം സോഫയിൽ ഇരുന്നു കൊണ്ട് ആ ബബിൾസ് ബോട്ടിൽ തന്റെ കയ്യിലെടുത്തു. അദ്ദേഹം ആ ബബിൾസ് പറപ്പിച്ചു. അദ്ദേഹത്തിന്റെ മുന്നിലായി ഒരു ബബിൾസ് കാറ്റത്ത് പറക്കാൻ തുടങ്ങി. ബബിളെ, എന്റെ വ്യാപാരത്തിൽ എനിക്ക് എത്ര നഷ്ടമുണ്ടായോ ആ പൈസ മൊത്തം എനിക്ക് തിരിച്ചു വന്നേക്കണം. പിന്നെ എന്റെ കൊട്ടാരത്തിലിരിക്കുന്ന ഈ പൊട്ടിപ്പോയ ചുമറുകളൊക്കെ പുതിയതായിട്ടും ഭംഗിയായിട്ടും മാറിയേക്കണം. ആ ബബിൾസ് പൊട്ടിയതും തന്നെ ഒരു പണസഞ്ചി താഴേക്ക് വന്നു വീണു. ഒപ്പം ആ വീടിന്റെ ചുമരുകളൊക്കെ നല്ല തിളക്കമുള്ളതായി മാറി. ജമീന്ദാർ ഇത് കണ്ടതും തന്നെ ഞെട്ടിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം വീണ്ടും അധികമായി കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും ഒരു ബബിൾ എടുത്ത് ഊതി വിട്ടു. ഞാൻ ഈ മുഴുവൻ രാജ്യത്തിലും വലിയ പൈസക്കാരനായിട്ട് മാറിയേക്കണം. ഒരു മല ഉയരത്തിലേക്ക് സ്വർണ്ണ പൊർക്കാസുകൾ എനിക്ക് വേണം. എനിക്ക് രാജാവിന്റെ കൊട്ടാരമും വേണം. എല്ലാം തന്നെ ഇപ്പോൾ തന്നെ തന്നേക്ക്. പക്ഷെ ഇത്തവണ ആ ബബിൾ പൊട്ടിയില്ല. അത് വേഗം ജമീന്ദാറുടെ നേരെ ചെന്നു. എന്നിട്ടത് അദ്ദേഹത്തെ തന്റെ ഉള്ളിൽ തടവിലാക്കി. പേടിയോടുകൂടി ജമീന്ദാർ അത് പൊട്ടിച്ച് പുറത്തേക്ക് വരാനായി ശ്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. കുറച്ചു സമയത്തിനകം അതിനകത്തുണ്ടായിരുന്ന കാറ്റ് കുറയാൻ തുടങ്ങി. ഉടനെ അദ്ദേഹം വല്ലാതെ ടെൻഷനായി. അടുത്ത ദിവസം രാവിലെ ലല്ലൻ ജോലിയുടെ കാര്യമായി സംസാരിക്കാനായി ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവന് കാര്യം അറിയില്ലായിരുന്നു. അതായത് അവന്റെ മാന്ത്രിക ബോട്ടിൽ കളവ് പോയെന്ന്. അവൻ വീട്ടിനകത്തേക്ക് കയറിയതും ജമീന്ദാർ ആ ബബിളിനകത്ത് അടഞ്ഞിരിക്കുന്നതും
ആ ബോട്ടിൽ അവിടെ ഇരിക്കുന്നത് കണ്ടും അവൻ ഞെട്ടിപ്പോയി. ലല്ലൻ, എന്നെ രക്ഷിക്കുമോനെ, എനിക്ക് ശ്വാസം വിടാൻ കഷ്ടമായിരിക്കുന്നു. ഞാൻ നിന്റെ മാന്ത്രിക ബബിളിനെ മോഷ്ടിച്ചു പോയി. ഞാൻ അത്യാഗ്രഹം കാണിച്ചു. ഇപ്പോൾ ഞാൻ ഇതിൽ തടവിലായി പോയിട്ടുണ്ട്. എന്നെ രക്ഷിക്കുമോനെ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ലല്ലൻ ആ ബോട്ടിലേക്ക് ഒന്ന് നോക്കി. അവൻ ഉടനെ സ്വാമിജി അന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരാൻ തുടങ്ങി. എപ്പോഴാണ് നീ അത്യാഗ്രഹം കാണിക്കുന്നു, അപ്പോൾ നീ ബബിളിന്റെ അകത്ത് തടവിലായി പോകും. ലല്ലൻ ഒട്ടും മനസ്സിലായില്ല ജമീന്ദാറിനെ ഈ ബബിളിനകത്തു നിന്നും എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന്. ജമീന്ദാർ സാറേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ആ സ്വാമി എൻ്റെ അടുത്ത് ഒരുപാട് ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്നാണ് ഒരു മനുഷ്യൻ തന്റെ ആവശ്യത്തിന് അധികമായിട്ട് അത്യാഗ്രഹം കാണിക്കുന്നു, അവൻ ഈ മാന്ത്രിക ബബിളിന്റെ അകത്ത് എന്നേക്കുമായിട്ട് തടവിലായി പോകും. ആ ബബിളിനകത്തിരിക്കുന്ന ജമീന്ദാർ ആകെ തളർന്നുപോയി. അദ്ദേഹം മയങ്ങി വീഴാൻ പോകുന്ന സമയത്ത് ലല്ലൻ വേഗം തിരിഞ്ഞു. എന്നിട്ട് സ്വാമിജിയെ നോക്കിക്കൊണ്ട് കാടിനകത്തേക്ക് ഓടി. ലല്ലൻ വിയർത്തു കുളിച്ച് കാട്ടിനെ നോക്കി ഓടുകയായിരുന്നു. അവൻ അതേ വലിയ ആലമരത്തിനടിയിലായി ചെന്നു നിന്നു. അവിടെ മുട്ടുകുത്തി താഴെ നിന്നു. എന്നിട്ട് ഉച്ചത്തിൽ അവൻ സ്വാമിജിയെ വിളിച്ചു. സ്വാമി, ദയവായിട്ട് ഇവിടെ വരൂ. ജമീന്ദാർ അത്യാഗ്രഹം കാണിച്ച് ഒരു വലിയ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അദ്ദേഹം തന്റെ ജീവൻ വിടും. ദയവായിട്ട് കരുണ കാണിക്കൂ, പിന്നെ അവരെ രക്ഷിക്കൂ. ആ പഴയ സ്വാമിജി ചെറിയൊരു ചിരിയോടുകൂടി ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സാധാരണ സൂചി ഉണ്ടായിരുന്നു. ലല്ലൻ, ആ ബബിളിനെ ആ മനുഷ്യനെ കൊണ്ടാണ് പൊട്ടിക്കാൻ പറ്റും. അവന്റെ മനസ്സിൽ അത്യാഗ്രഹം ഇരിക്കാൻ പാടില്ല. പിന്നെ അവന്റെ ആലോചനകൾ ശരിക്കും നിജമായിട്ട് ഇരിക്കണം. ഈ സൂചി വാങ്ങിച്ചോളൂ. ഇതിനെ വെച്ച് ആ ബബിളിനെ പൊട്ടിയേക്ക്. ലല്ലൻ ആ സൂചി വാങ്ങി. എന്നിട്ട് സ്വാമിജിയെ വണങ്ങി. എന്നിട്ട് ഉടനെ അവിടെ നിന്നും അവൻ പുറപ്പെട്ടു. ലല്ലൻ വളരെ വേഗം ജമീന്ദാറിന്റെ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു. മുന്നിലേക്ക് ചെന്ന് ആ ബബിൾ സൂചി കൊണ്ട് അവൻ തൊട്ടു. ആ ബബിൾ പൊട്ടി. ജമീന്ദാർ ചുമച്ചുകൊണ്ട് അവിടെ താഴെ തറയിലേക്ക് വീണു. തന്റെ തെറ്റു മനസ്സിലാക്കി അദ്ദേഹം ഉടനെ ലല്ലന്റെ മുന്നിലായി തല കുനിഞ്ഞു നിന്നു. ലല്ലൻ, നീ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിയത്. ഇന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കുമുള്ള ആസ്തി എന്നത് പൈസയോ സ്വർണമോ അല്ല, അത് നേർമയാണ്. എന്നെ ക്ഷമിച്ചേക്കുമോനെ. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് സമ്മതിച്ചു. എനിക്ക് ഇത് തന്നെ വലിയ കാര്യമാണ്. ജമീന്ദാർ ലല്ലൻ പറയുന്നത് കേട്ടു. അപ്പോഴാണ് ടേബിളിന് പുറത്തുണ്ടായിരുന്ന ആ മാന്ത്രിക ബബിൾ ബോട്ടിൽ പെട്ടെന്ന് മറഞ്ഞുപോയത്. ജമീന്ദാർ താൻ ചെയ്ത തെറ്റിനുള്ള പാഠം പഠിച്ചു. പിന്നെ ഇതോടുകൂടി നമ്മുടെ കഥ അവസാനിക്കുകയാണ്.